ഈ കോഴിക്കോടിന്റെ ഭാഗത്തുള്ള ഗാർഡൻ ടൈൽസൊക്കെ ഒരെണ്ണം താഴ്ന്നും ഒരെണ്ണം പൊങ്ങിയും ഒരെണ്ണം ചരിഞ്ഞും ഒക്കെ ആയിട്ട് ആകെ മൊത്തം അലൈൻമെന്റ് ഒക്കെ തെറ്റിക്കിടക്കുവാണ്. എന്നാൽ പിന്നെ ഇന്നത്തെ അങ്ങ് ഇവരുടെ മക്കിട്ട് തന്നെ ആയിക്കോട്ടെ എന്നൊക്കെ വിചാരിച്ച് കട്ടകളൊക്കെ വലിച്ചു പറിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ വർക്ക് ഏരിയ പണിയുന്ന സമയത്ത് നമുക്ക് കുറച്ച് കോൺക്രീറ്റും സിമെന്റും ഒക്കെ ബാക്കിയും വന്നിട്ടുണ്ട്. അതുമൊക്കെ കൂടെ ഈ കൂട്ടത്തിലൊന്ന് ഉപയോഗിച്ച് തീർക്കണം. പണ്ടൊക്കെ ഒരു വെടിക്ക് രണ്ട് പക്ഷിയായിരുന്നെങ്കിൽ ഞാനിപ്പോൾ ആ പ്രിൻസിപ്പളൊക്കെ മാറ്റിമറിച്ച് ഇപ്പോൾ ഒരു വെടിക്ക് മൂന്നാല് പക്ഷി എന്ന മട്ടിലാണ് ഇവിടുത്തെ പണിയെടുത്തുകൊണ്ടിരിക്കുന്നത്. മെയിനായിട്ടും എനിക്ക് ഇങ്ങനത്തെ പണികളൊക്കെ എടുക്കുന്നത് ഇഷ്ടമാണ്. പിന്നെ പോരാത്തതിന് ഇവിടെ നല്ല ചാർജുമാണ് ഇതിനൊക്കെ. പിന്നെ ഡെലിവറി സമയത്ത് നമുക്ക് സ്പെഷ്യൽ ഗിഫ്റ്റായിട്ട് കിട്ടിയ ഒരാൾ വീട്ടിലുണ്ട്, ഡയബറ്റിക്. അതിൻ്റെ കൂട്ടത്തിൽ പിന്നെ കട്ട സപ്പോർട്ടായിട്ട് പിന്നാലെ വേറൊരാൾ വന്നിട്ടുണ്ടായിരുന്നു, കൊളസ്ട്രോൾ. ഇവരെല്ലാവരെയും കൂടി ഒന്ന് കൺട്രോൾ ചെയ്ത് നിർത്തണമെങ്കിൽ അത്യാവശ്യം ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്തു തന്നെ പറ്റുള്ളൂ. ആരോഗ്യം നോക്കാനാന്നും പറഞ്ഞുള്ള ജോലിയൊക്കെ കളഞ്ഞിട്ട് ഇപ്പം വീട്ടിൽ ഈ കല്ലും മണ്ണൊക്കെ പറക്കി നടക്കലാണല്ലോ നിന്റെ മെയിൻ പണിയെന്ന് എന്നോട് ഇടയ്ക്ക് ചിലരൊക്കെ ചോദിക്കാറുണ്ട്. സംഭവം എന്തായാലും ശരി, ഞാൻ ഡെയിലി ഓരോരോ പുതിയ പുതിയ പരീക്ഷണങ്ങളിലാണ്. ഈ ചെയ്യുന്ന പണികളൊന്നും തന്നെ നമുക്ക് അറിഞ്ഞിട്ടൊന്നും ചെയ്യുന്നൊന്നുമല്ല. ചില ദിവസമൊക്കെ നല്ല എട്ടിൻ്റെ പണി കിട്ടാറുണ്ട്. ഇവിടെയും ഞാനിങ്ങനെ കല്ലടുക്കി അടുക്കി വന്നപ്പോഴത്തേക്ക് ലാസ്റ്റ് ആയപ്പോഴത്തേക്ക് 2 കട്ട ബാക്കി വന്നു. ഈ ഓപ്പറേഷനൊക്കെ ചെയ്തിട്ട് ചില ബോഡി പാർട്ട് എക്സ്ട്രാ വരും എന്ന് പറഞ്ഞ പോലെയാണ്. പിന്നെ ഇത് ഫുള്ളായിട്ട് ഞാനിനി രണ്ടാമത് ഇളക്കിയിട്ട് ഒന്നേന്ന് ചെയ്യേണ്ടി വരുമെന്നൊക്കെ തോന്നി തുടങ്ങിയപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ മസിൽ പവറൊക്കെ മാക്സിമം ഉപയോഗിച്ചിട്ട് ആ കട്ടേനൊക്കെ അവിടെ ഒന്ന് ഫിക്സ് ആക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ആർക്കിടെക്റ്റ് ആവാത്തത് നാട്ടുകാരുടെ ഭാഗ്യമാണ്. ഇല്ലെങ്കിൽ ഞാൻ ഡെയിലി ഇങ്ങനെ പൊളിച്ചു പണി നടത്തിക്കൊണ്ടേ ഇരിക്കുന്നു. മുമ്പ് ആരോ കമന്റ് അടിച്ചത് ഞാൻ ഈ ഒരു അവസരത്തിൽ നന്നായിട്ട് ഓർക്കുന്നു. ചിലപ്പിനിടയ്ക്ക് പറയാൻ ഉദ്ദേശിച്ച കാര്യം പറയാൻ മറന്നു. ശരിക്കും നമ്മൾ ഈ ഗാർഡനൊക്കെ സെറ്റാക്കുന്ന സമയത്ത് കുറച്ച് കട്ടകളൊക്കെ ഇളക്കിയിട്ട് അവിടെ മണ്ണിട്ട് കൊടുക്കുക ചെയ്തേ. ആ സമയത്ത് നമ്മൾ ബോർഡറിൻ്റെ ഭാഗത്ത് സിമെൻ്റ് ഇട്ട് അടയ്ക്കാത്തത് കൊണ്ടാണ് ഈ അടിയിലുള്ള മണ്ണൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇളകിയിട്ട് ഇങ്ങനെ കട്ടകൾ താഴ്ന്നു പോകുന്നത്. ശരിക്കും ഇടയ്ക്കിടയ്ക്ക് വലിയ ചേഞ്ചസ് ഒന്നും വരുത്താത്തവരാണെങ്കിൽ അങ്ങനെ ബോർഡറൊക്കെ സിമെൻ്റ് ഇട്ട് ചെയ്യുന്നതാണ് നല്ലത്.